കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രതീഷ്, ഈ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള നിർണായക മണ്ഡലങ്ങളിൽ ഇത്തവണ രാഷ്ട്രീയപരമായ കാലാവസ്ഥ എന്തായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വലിയ ഉദ്യോഗം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ ചർച്ചകളായ പല വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡത്തെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണ്? എങ്ങനെയാണ് അവിടെ പോളിംഗിന് മുൻപുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്? സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? ഗൗതം, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നെല്ലിക്കുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 166-67 ബൂത്തുകളിൽ മോക്ക് പോളിംഗ് പുരോഗമിച്ചു. 66-ലെ മോക്ക് പോളിംഗ് ഏതാണ്ട് പൂർത്തിയായി. 67-ലെ ഏതാണ്ട് പൂർത്തിയായി. 66-ലേതും പുരോഗമിക്കുകയാണ്. ജില്ലയിൽ 1146 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ 238 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 16 സെക്ടർ ഓഫീസർമാരും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉണ്ട്. എന്തായാലും 11 ലക്ഷത്തിലധികം ആളുകളാണ് കാസർഗോഡ് ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതിൽ 23,000-ത്തിലധികം പേർ യുവജനങ്ങളാണ് എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഓരോ മണ്ഡലത്തിലെയും ഭാവി നിർണ്ണയിക്കുന്നത് യുവജനങ്ങളുടെ നിർണായക വോട്ടായിരിക്കും എന്ന് തന്നെയാണ് മുന്നണികൾക്ക് മുമ്പിലുള്ള ഒരു പ്രധാന വെല്ലുവിളി പോലുമായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. ബൂത്ത് ഏജൻറ്റുമാരുൾപ്പെടെ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 7 മണിയോടെ ഇത്തരത്തിൽ പൂർണ്ണ സജ്ജമായ രീതിയിൽ പോളിംഗ് പുരോഗമിക്കാനുള്ള നടപടികളാണ് നടന്നു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മഞ്ചേശ്വരവും കാസർഗോഡും ഉൾപ്പെടെ വളരെ നിർണായകമാണ് മുന്നണികൾക്ക്. 3 ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. മാത്രവുമല്ല, അതുപോലെ തന്നെ ഏകപക്ഷീയമായ ചില വിജയങ്ങൾ വർഷങ്ങളായി സമ്മാനിക്കുന്ന മണ്ഡലങ്ങളും ജില്ലയിലുണ്ട്. എന്തു തന്നെയായാലും സുശക്തമായ തരത്തിലുള്ള വോട്ടെടുപ്പിനുള്ള നടപടികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന പോലീസിൻ്റെ 2000-ഓളം വരുന്ന പോലീസ് സേനാംഗങ്ങളും 12 കമ്പനി കേന്ദ്രസേനയും ജില്ലയിലുണ്ട്. കൂടുതൽ നിരീക്ഷകരായുള്ള ഉദ്യോഗസ്ഥരും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എന്തായാലും സുശക്തമായ രീതിയിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യപടി കാര്യങ്ങൾ പുരോഗമിക്കുന്നത്.